എല്ലാവർക്കും നമസ്കാരം. ഇലണിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജോഗ്രഫിയുടെ ക്ലാസ്സുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയിട്ടായിരുന്നു പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആഗോള മർദ്ദ മേഖലകളെ പറ്റിയിട്ടാണ്. ആഗോള മർദ്ദ മേഖലകൾ. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്നത്, എങ്ങനെയാണ് ഭൂമിയിൽ വിവിധങ്ങളായിട്ടുള്ള മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പറഞ്ഞു തരാം. നോക്കിക്കേ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് എല്ലായിടത്തും ഒരുപോലെ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല സൂര്യപ്രകാശം ലഭിക്കുന്നത്. ചെറിയൊരു ചരിവുണ്ട് ഭൂമിക്ക്. അപ്പൊ ഇത് സൂര്യനാണെന്ന് കരുതുക. സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ പതിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ പ്രദേശത്തും, ഭൂമിയിലെ എല്ലാ പ്രദേശത്തും ഒരുപോലെ ആയിരിക്കില്ല സൂര്യപ്രകാശം ലഭിക്കുന്നത്. സൂര്യപ്രകാശം ലഭിക്കുന്നതിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. മധ്യരേഖാ പ്രദേശത്തേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രദേശത്ത് സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കും. നേരിട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ വർഷം മുഴുവൻ അവിടെ ഉയർന്ന ചൂട് അനുഭവപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഉയർന്ന ചൂട് അനുഭവപ്പെടും. ഇതാണ് ഭൂമധ്യരേഖാ പ്രദേശം. ഇവിടുന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും, ഈ പ്രദേശങ്ങളാണ് ധ്രുവപ്രദേശങ്ങൾ. ഇവിടുന്ന് ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും, അതായത് ഭൂമധ്യരേഖാ പ്രദേശത്തു നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിൽ കുറവുണ്ടാകും. അതായത് ചൂട് വളരെ കുറയുമെന്ന് സാരം. ഈ ഒരു സംഗതി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവൂ. ഓക്കെ, അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്നു. നേരിട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ നല്ല ചൂടായിരിക്കും അനുഭവപ്പെടുന്നത്. ഇങ്ങനെ കൂടിയ ചൂട് അല്ലെങ്കിൽ ഉയർന്ന ചൂട് അനുഭവപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ആ പ്രദേശങ്ങളിലെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുവാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും. അങ്ങനെ മുകളിലേക്ക് ഉയരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വായു ഇല്ലാതെ വരും, അല്ലെങ്കിൽ വായുവിൻ്റെ അളവിൽ കുറവുണ്ടാകും. വായു പ്രയോഗിക്കുന്ന ബലം കുറയും, ഭാരം കുറയും. അതോടുകൂടി ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന എന്തായിരിക്കും? ന്യൂനമർദ്ദമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടും. ഇതിന്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്തോറും, അതായത് ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും, ഉത്തരാർദ്ധഗോളത്തിലായിക്കോട്ടെ ദക്ഷിണാർദ്ധഗോളത്തിലായിക്കോട്ടെ, മുകളിലേക്കും താഴേക്കും പോകുന്തോറും ഈ മർദ്ദ മേഖലകളിൽ വ്യത്യാസമുണ്ടാകും. ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിന് വ്യത്യാസം വരുന്നത് പോലെ തന്നെ മർദ്ദത്തിലും വ്യത്യാസം വരും. ഇതിനനുസരിച്ച് ഭൂമിയെ പലതരത്തിലുള്ള മർദ്ദ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഭൂമിയുടെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഒരേപോലെ ആയിരിക്കില്ല. ഈ ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിനനുസരിച്ച് മർദ്ദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ഭൂമിയെ വിവിധ മർദ്ദ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയാം. ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ മർദ്ദത്തിന്റെ അളവിനനുസരിച്ചിട്ടാണ് ഈ ഒരു വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. അത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. എങ്ങനെയാണത് വന്നത്, എന്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോ മർദ്ദ മേഖലകളെ പറ്റിയും കൃത്യമായിട്ട് മനസ്സിലാക്കാം. നോക്കിക്കേ, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അപ്പോ ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രദേശമാണിത്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രദേശമാണ്. ഇതാണ്ടേ, ഇതാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രദേശം. ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രദേശത്ത് എന്താണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രദേശത്തെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും?
സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന പ്രദേശമാണ്, അത്യുഷ്ണമാണ് അനുഭവപ്പെടുന്നത്, ഉയർന്ന ചൂടാണ് അനുഭവപ്പെടുന്നത്. വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നുണ്ട്. മുകളിലേക്ക് ഉയരുന്നതോടുകൂടി അവിടെ വായുവിന്റെ ഭാരം കുറയുന്നു. സ്വാഭാവികമായിട്ടും മർദ്ദം കുറവായിരിക്കും. മർദ്ദം കുറവാണെങ്കിൽ നമുക്ക് ആ മേഖലയെ എന്തെന്ന് വിളിക്കാം? ന്യൂനമർദ്ദ മേഖലയെന്ന് വിളിക്കാം. അതെ, ന്യൂനമർദ്ദ മേഖല. ഇവിടെ മർദ്ദം കുറവാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രദേശത്തിന് സമീപമായതുകൊണ്ട് തന്നെ നമുക്ക് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കാം. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. അത് ഓർത്ത് വെച്ചോണം. അടുത്ത നോക്കിക്കേ, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കതിനെ ഉത്തരാർദ്ധഗോളം എന്ന് വിളിക്കാം. താഴോട്ട് പോയി കഴിഞ്ഞാൽ ദക്ഷിണാർദ്ധഗോളം എന്ന് വിളിക്കാം. ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും 2 മേഖലകൾ അടുത്തായി കാണുന്നുണ്ട്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ 30 ഡിഗ്രി അക്ഷാംശങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. 30 ഡിഗ്രി തെക്കേ അക്ഷാംശവും 30 ഡിഗ്രി വടക്കേ അക്ഷാംശവും. ഭൂമധ്യരേഖയിൽ നിന്ന് 30 ഡിഗ്രി വടക്കേ അക്ഷാംശത്തിൽ കാണപ്പെടുന്ന മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഭൂമധ്യരേഖയിൽ നിന്ന് 30 ഡിഗ്രി തെക്കേ അക്ഷാംശത്തിൽ കാണപ്പെടുന്ന മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അതായത് 2 അർദ്ധഗോളത്തിലും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ കാണപ്പെടുന്നു. 30 ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങളിലായിട്ട് ഓർത്തു വെച്ചോണം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ കാണപ്പെടുന്നത് 30 ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങളിലായിട്ടാണ്. 30 ഡിഗ്രി തെക്കേ അക്ഷാംശം, 30 ഡിഗ്രി വടക്കേ അക്ഷാംശം. അവിടെ നോക്കുക, മർദ്ദം വളരെ കൂടുതലായിരിക്കും. ഉച്ചമർദ്ദ മേഖലയാണ്. മർദ്ദം വളരെ കൂടുതലായിരിക്കും. വായുവിന്റെ അളവ് കൂടുതലാണ്, വായു ചെലുത്തുന്ന ഭാരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മർദ്ദം കൂടുതലായിരിക്കും. മർദ്ദം കൂടുതലായതുകൊണ്ട് നമുക്കതിനെ ഉച്ചമർദ്ദ മേഖല എന്ന് വിളിക്കാം. അടുത്ത നോക്കിക്കേ, ഉത്തരാർദ്ധഗോളത്തിൽ 60 ഡിഗ്രി വടക്കേ അക്ഷാംശത്തിലും ദക്ഷിണാർദ്ധഗോളത്തിൽ 60 ഡിഗ്രി തെക്കേ അക്ഷാംശത്തിലും കാണപ്പെടുന്ന മേഖലകളാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ. ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ. ധ്രുവത്തിനോട് അടുത്ത പ്രദേശങ്ങളാണ് ന്യൂനമർദ്ദ മേഖലകളാണ്. ന്യൂനമർദ്ദ മേഖല എന്ന് വെച്ചാൽ എന്തായിരിക്കും? മർദ്ദം കുറവായിരിക്കും. അടുത്തത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും 2 മേഖലകൾ അടുത്തായി കാണപ്പെടുന്നത് 90 ഡിഗ്രി വടക്കേ അക്ഷാംശത്തിലും തെക്കേ അക്ഷാംശത്തിലും. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഉച്ചമർദ്ദ മേഖലകളായിരിക്കും. മർദ്ദം വളരെ കൂടുതലാണ്. അവിടെ വായുവിന്റെ അളവ് കൂടുതലാണ്, വായു പ്രയോഗിക്കപ്പെടുന്ന ഭാരം കൂടുതലാണ് സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ മർദ്ദവും കൂടുതലായിരിക്കും. 90 ഡിഗ്രി വടക്കേ അക്ഷാംശവും തെക്കേ അക്ഷാംശവും. ധ്രുവപ്രദേശങ്ങളാണ്, തണുത്ത പ്രദേശമാണ്. തണുത്ത പ്രദേശങ്ങളിൽ വായുവിന്റെ സാന്ദ്രത കൂടുതലായിരിക്കും, വായു പ്രയോഗിക്കുന്ന ബലം കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും മർദ്ദവും കൂടും. അപ്പോൾ ഭൂമിയെ വിവിധ മർദ്ദ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് കാരണമാകുന്നത് ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവാണ്. ഓരോ മർദ്ദ മേഖലകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുണ്ട്, ഭൂമധ്യരേഖയോട് ചേർന്ന പ്രദേശം. അവിടെ വായുവിന്റെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ വായു പ്രയോഗിക്കപ്പെടുന്ന ബലം കുറവായിരിക്കും, ന്യൂനമർദ്ദമായിരിക്കും അനുഭവപ്പെടുന്നത്. ഇനി ഭൂമധ്യരേഖയിൽ നിന്ന് 30 ഡിഗ്രി വടക്കേ അക്ഷാംശത്തിലും 30 ഡിഗ്രി തെക്കേ അക്ഷാംശത്തിലും സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. മർദ്ദം കൂടിയ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഉച്ചമർദ്ദ മേഖല എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഭൂമധ്യരേഖയിൽ നിന്ന് 60 ഡിഗ്രി തെക്കേ അക്ഷാംശത്തിലും 60 ഡിഗ്രി വടക്കേ അക്ഷാംശത്തിലുമുള്ള മേഖലയാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല. അവിടെ മർദ്ദം വീണ്ടും കുറയുന്നു. 90 ഡിഗ്രി എത്തുമ്പോഴേക്കും, അക്ഷാംശങ്ങൾ 90 ഡിഗ്രി എത്തുമ്പോഴേക്കും ധ്രുവ പ്രദേശങ്ങളിലായി കഴിഞ്ഞു. മർദ്ദം കൂടിയ മേഖലകളാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മർദ്ദ മേഖലകൾ. ഇനി ഇവയെ ഓരോന്നിനെ പറ്റി നമ്മൾ പറയാൻ പോവുകയാണ്. ഓരോന്നിൻ്റെയും സവിശേഷതകളും കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, ഓർത്ത് വെച്ചേക്കേണ്ടതാണ്. അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നു. അപ്പോൾ ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ആഗോളമർദ്ദ മേഖലകളിൽ പെടുന്ന ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല നോക്കിക്കേ. ഭൂമധ്യരേഖയ്ക്ക് സമീപം സമുദ്രനിരപ്പിലെ മർദ്ദം കുറവായി കാണപ്പെടുന്ന മേഖലയാണിത്. നോക്കിക്കേ, മർദ്ദം കുറവായി കാണപ്പെടുന്ന മേഖല. അപ്പൊ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ പ്രത്യേകത പറഞ്ഞു, മർദ്ദം കുറവാണ്. ഈ മേഖലയിലുടനീളം സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്നതിനാൽ ചൂട് വളരെ കൂടുതലായിരിക്കും. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ ചൂട് നേരിട്ട് ലഭിക്കുകയാണ്, സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് ചൂട് വളരെ കൂടുതലായിരിക്കും. അടുത്ത പോയിന്റ് നോക്കിക്കേ. സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതിനാൽ
ഈ മേഖലയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. ഓർത്തു വെച്ചോണം. അപ്പോൾ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലാ പ്രദേശങ്ങളിൽ സ്വാഭാവികമായിട്ടും സൂര്യന്റെ ചൂട് നേരിട്ട് ലഭിക്കുന്നുണ്ട്, സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്നുണ്ട്. അതോടുകൂടി അവിടുത്തെ ചൂട് വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ചൂട് വർദ്ധിക്കുക എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും വായു ചൂട് പിടിച്ചുയരുന്നു, വികസിക്കുന്നു, വായു ചൂട് പിടിച്ചുയരുന്നു. ഉയരുന്നതോടുകൂടി വായു പ്രയോഗിക്കപ്പെടുന്ന ബലം കുറയുന്നു. മർദ്ദം എന്താണ്? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് വായു പ്രയോഗിക്കുന്ന ബലത്തെയാണ് എന്ന് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ വായുവിന്റെ ഭാരത്തെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. അതോടുകൂടി ഭാരം പ്രയോഗിക്കുവാനായിട്ട് അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുവാനായിട്ട് അന്തരീക്ഷ വായു ഇല്ലാതെ വരുന്നു. ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മർദ്ദം കുറയും. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാനുള്ള കാരണം ഇതാണ്. ഭൂമധ്യരേഖയ്ക്ക് 5 ഡിഗ്രി തെക്ക് മുതൽ, നോക്കിക്കോണേ, 5 ഡിഗ്രി തെക്ക് മുതൽ വടക്ക് വരെ അക്ഷാംശങ്ങൾക്കിടയിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണിത്. അപ്പോൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഭൂമധ്യരേഖയിൽ നിന്നും 5 ഡിഗ്രി തെക്കേ അക്ഷാംശം മുതൽ വടക്കേ അക്ഷാംശം വരെയാണ്. അപ്പൊ ഇത് മധ്യരേഖയാണെങ്കിൽ, ഭൂമധ്യരേഖ എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ്. അപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് 5 ഡിഗ്രി വടക്കേ അക്ഷാംശം മുതൽ 5 ഡിഗ്രി തെക്കേ അക്ഷാംശം വരെയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗത്തെയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. അപ്പൊ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖയിൽ നിന്നും 5 ഡിഗ്രി തെക്കേ അക്ഷാംശം മുതൽ വടക്കേ അക്ഷാംശം വരെ. അടുത്ത പോയിന്റ് നോക്കിക്കേ, കാറ്റുകളില്ലാത്ത ഈ മേഖലയെ നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്ന് പറയുന്നു. PSCയുടെ വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അപ്പോ ഡോൾഡ്രംസ് എന്ന് പറഞ്ഞാൽ കാറ്റുകൾ കാണപ്പെടാത്ത മേഖലയാണ്. ഡോൾഡ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഭൂമധ്യരേഖയ്ക്ക് 5 ഡിഗ്രി അക്ഷാംശം വടക്ക് മുതൽ തെക്ക് വരെ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ്. ഡോൾഡ്രംസിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു നിർവാത മേഖല. വാദം എന്ന് വെച്ചാൽ കാറ്റെന്നാണ് അർത്ഥം. നിർവാത മേഖല എന്ന് വെച്ചാൽ കാറ്റുകൾ കാണപ്പെടാത്ത മേഖല എന്നാണ് അർത്ഥം. അപ്പോ നിർവാത മേഖല സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖയ്ക്ക് 5 ഡിഗ്രി തെക്കേ അക്ഷാംശം മുതൽ വടക്കേ അക്ഷാംശം വരെയാണ്. ഈ ഭാഗത്ത് കാറ്റുകൾ കാണപ്പെടുന്നില്ല. പണ്ടുകാലത്ത് പായ്ക്കപ്പലുകളിലൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന മേഖലയാണ് നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവർക്ക് സഞ്ചരിക്കുവാൻ കഴിയില്ല. പായ്ക്കപ്പലല്ലേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, കാറ്റിന്റെ സഹായത്താലാണ് സഞ്ചരിക്കുന്നത് പായ്ക്കപ്പൽ. കാറ്റുകൾ കാണാത്തത് കൊണ്ട് തന്നെ പായ്ക്കപ്പലുകൾക്ക് സഞ്ചരിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു മേഖല കൂടിയാണ് എന്തെന്ന് പറയുന്നത് നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത പോയിന്റിലേക്ക് പോകാം. നോക്കിയേ, രണ്ടാമത്തെ മേഖലയാണ്, മർദ്ദമേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. പേര് നോക്കിക്കോണേ, ഉച്ചമർദ്ദ മേഖല. ഉച്ചമർദ്ദം എന്ന് വെച്ചാൽ എന്തായിരിക്കും? മർദ്ദം കൂടിയ മേഖലയായിരിക്കും. നമുക്ക് നോക്കാം ഓരോരോ പോയിന്റുകളായിട്ട്. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് 30 ഡിഗ്രി വടക്ക് മുതൽ 30 ഡിഗ്രി തെക്ക് വരെ ഉയർന്ന അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന മേഖലയാണിത്. അപ്പോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖയിൽ നിന്നും 30 ഡിഗ്രി വടക്കേ അക്ഷാംശം മുതൽ 30 ഡിഗ്രി തെക്കേ അക്ഷാംശം വരെയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉച്ചമർദ്ദ മേഖലയാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഉയർന്ന അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന മേഖലയാണ്. മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കേ, 30 ഡിഗ്രി തെക്ക് മുതൽ 30 ഡിഗ്രി വടക്ക് വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന അന്തരീക്ഷം അനുഭവപ്പെടുന്ന മേഖലയാണിത്. നോക്കിയേ, എന്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഉയർന്ന അന്തരീക്ഷ മർദ്ദം വരുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. മധ്യരേഖാ പ്രദേശത്തു നിന്നും ചൂടുപിടിച്ചുയരുന്ന വായു തണുക്കുകയും ഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിലേക്ക് താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നു. ഞാൻ വരച്ച് കാണിച്ചു തരാം. ദേ, ഇതാണ് മധ്യരേഖാ പ്രദേശം. മധ്യരേഖാ പ്രദേശത്ത് വളരെയധികം ചൂടുണ്ട്. സൂര്യന്റെ പ്രകാശം നേരിട്ട് ലഭിക്കുന്ന മേഖലയാണ്. അവിടെ നിന്നും വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ മധ്യരേഖാ പ്രദേശത്ത് നിന്നും വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുകയാണ്. ഓക്കെ, ഈ ചൂടുപിടിച്ച് ഉയരുന്ന വായു താഴ്ന്നിറങ്ങുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലേക്ക് ഈ വായു വന്ന് താഴ്ന്നിറങ്ങും. ഇതാണ് നമ്മുടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല.
ഓക്കെ, മധ്യരേഖാ പ്രദേശത്ത് നിന്നും ചൂട് പിടിച്ചുയരുന്ന വായു താഴ്ന്നിറങ്ങുന്നത് എവിടെയാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലാണ് താഴ്ന്നിറങ്ങുന്നത്. ഇങ്ങനെ വായു ആ ഭാഗത്തേക്ക് താഴ്ന്നിറങ്ങുക എന്ന് വെച്ചാൽ വായു പ്രയോഗിക്കുന്ന ഭാരം അല്ലെങ്കിൽ വായുവിന്റെ ഭാരം, വായു പ്രയോഗിക്കുന്ന ബലം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ അനുഭവപ്പെടുന്ന മർദ്ദം വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ മനസ്സിലായോ? ഉപോഷ്ണ മേഖലകളിൽ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന എന്തുകൊണ്ടാണ്? മധ്യരേഖാ പ്രദേശത്ത് നിന്ന് വായു ചൂട് പിടിച്ചുയരുന്നുണ്ട്. ഈ വായു താഴ്ന്നിറങ്ങുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലാണ്. വായുവിന്റെ അളവ് കൂടുതലാണ്, പ്രയോഗിക്കപ്പെടുന്ന ഭാരം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. തണുത്ത വായുവിന്റെ സാന്നിധ്യം ഈ മേഖലയിൽ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നു. ഓർത്തു വെച്ചോണേ. അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ എന്തുകൊണ്ട് മർദ്ദം കൂടി? ഭൂമധ്യരേഖയിൽ നിന്നും ചൂടുപിടിച്ചുയരുന്ന വായു താഴ്ന്നിറങ്ങുന്നത് എവിടെയാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലാണ്. തണുത്ത വായുവിന്റെ ഈ സാന്നിധ്യമാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ കൂടിയ മർദ്ദം അനുഭവപ്പെടാൻ കാരണം. മനസ്സിലായോ? അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നത്, കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്, കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. വേണമെങ്കിൽ കറക്കി തിരിച്ച് മറ്റു രീതിയിൽ ചോദിക്കാം. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്ര അക്ഷാംശത്തിലാണ്? ഭൂമധ്യരേഖയിൽ നിന്നും 30 ഡിഗ്രി വടക്കേ അക്ഷാംശത്തിലും 30 ഡിഗ്രി തെക്കേ അക്ഷാംശത്തിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എവിടെയാണ്? ഭൂമധ്യരേഖയിൽ നിന്നും 30 ഡിഗ്രി വടക്കേ അക്ഷാംശത്തിലും തെക്കേ അക്ഷാംശത്തിലും. മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് ഈ മേഖലയെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്? പണ്ട് കാലത്ത് ഈ കപ്പലുകളിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് കുതിരകളെ കടലിൽ തള്ളിയിരുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ കുതിരകളെ കടലിൽ തള്ളുന്ന പ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല ധ്രുവങ്ങൾക്ക് തൊട്ടടുത്ത് കാണപ്പെടുന്ന മേഖലയാണ് എന്തെന്ന് പറയുന്നത്? ഉപദ്രുവീയ മേഖല എന്ന് പറയുന്നത്. അവിടെ മർദ്ദം വളരെ കുറവായിരിക്കും. ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല. ന്യൂനമർദ്ദ മേഖല എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ പോണം, മർദ്ദം കുറവാണ്. എന്തുകൊണ്ട് കുറവാണെന്ന് നോക്കാം. ധ്രുവത്തിനടുത്തായി 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കുമായിട്ട് കാണപ്പെടുന്ന മർദ്ദമേഖലയാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല. അപ്പോൾ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല കാണപ്പെടുന്നത് ധ്രുവങ്ങളിലോടടുത്താണ്. ധ്രുവങ്ങൾക്കടുത്തായിട്ടാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ കാണപ്പെടുന്നത്. എങ്ങനെയാണ് അവിടെ മർദ്ദം കുറവാകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ധ്രുവപ്രദേശങ്ങളിൽ തണുപ്പ് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ധ്രുവപ്രദേശങ്ങളിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉപധ്രുവ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഉപധ്രുവീയ പ്രദേശങ്ങളിലും മർദ്ദം കൂടുവാൻ സാധ്യതയുണ്ട്. കാരണം തണുപ്പാണ്, വായുവിന്റെ അളവ് കൂടുതലായിരിക്കും, തണുത്ത വായുവിന് ഭാരം കൂടുതലായിരിക്കും, അവിടെ മർദ്ദം കൂടുതലായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഉപധ്രുവീയ പ്രദേശങ്ങളിൽ ന്യൂനമർദ്ദ മേഖലയായിട്ട് നമ്മൾ പഠിക്കുന്നത്? നോക്കിക്കേ, ധ്രുവപ്രദേശത്തിനോടടുത്തായതിനാൽ ഈ മേഖലയിലെ തണുത്ത വായു ഭൂമിയുടെ ഭ്രമണം മൂലം ശക്തിയായി ചുഴറ്റിയെറിയപ്പെടുന്നു. ഈ ഒരു പോയിന്റ് നോക്കണം. തണുത്ത വായു ഭൂമിയുടെ ഭ്രമണം മൂലം ശക്തിയായി ചുഴറ്റിയെറിയപ്പെടുന്നു. ഉപദ്രുവീയ പ്രദേശങ്ങളില് തണുത്ത വായു ഭൂമിയുടെ ഭ്രമണം മൂലം ശക്തിയായി ചുഴറ്റിയെറിയപ്പെടുന്നു. അങ്ങനെ വായു ഇല്ലാതെ വരുന്നു. സ്വാഭാവികമായിട്ടും വായു ഇല്ലാതെ വന്നാൽ എന്തായിരിക്കും? മർദ്ദം കുറവായിരിക്കും, ന്യൂനമർദ്ദ മേഖല എന്നറിയപ്പെടും. അപ്പോൾ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിൽ എന്തുകൊണ്ട് മർദ്ദം കുറയുന്നു എന്ന് ചോദിച്ചാൽ തണുത്ത വായു ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഫലമായി ചുഴറ്റിയെറിയപ്പെടുന്നു. വായുവില്ല, പ്രയോഗിക്കപ്പെടുന്ന ബലമില്ല, അതുകൊണ്ട് തന്നെ മർദ്ദം കുറവായിരിക്കും. ഇതാണ് കാരണം. അപ്പോൾ ഉപദ്രുവീയ പ്രദേശങ്ങളിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത പോയിന്റ് നോക്കിയേ, ഇത് മൂലം ഉപദ്രുവീയ മേഖലകളിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. അടുത്ത പോയിന്റ് നോക്കാം. നോക്കിയേ, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ധ്രുവപ്രദേശങ്ങൾ, അതായത് 90 ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ കാണപ്പെടുന്ന മേഖലയാണ് ധ്രുവ മേഖല, ധ്രുവീയ മേഖല എന്ന് പറയുന്നത്. അവിടെ ഉച്ചമർദ്ദമായിരിക്കും അനുഭവപ്പെടുന്ന, മർദ്ദം വളരെ കൂടുതലായിരിക്കും.
ഇരു ധ്രുവങ്ങളിലും മർദ്ദം വളരെ കൂടുതലായി കാണപ്പെടുന്ന മേഖലയാണ്. എന്തുകൊണ്ടാണ് മർദ്ദം കൂടുന്നത്? ധ്രുവപ്രദേശമാണ്, വായു തണുത്തുറഞ്ഞിരിക്കുന്നതാണ്, വായുവിന്റെ സാന്ദ്രത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പ്രയോഗിക്കപ്പെടുന്ന ബലം അല്ലെങ്കിൽ ഭാരം വളരെ കൂടുതലായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മർദ്ദം എന്ന് പറയുന്നത്. കൂടുതൽ ഭാരമുണ്ടെങ്കിൽ, കൂടുതൽ ബലം പ്രയോഗിക്കപ്പെടുന്നുവെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മർദ്ദത്തിന്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. വായുവിന്റെ അളവ് കൂടുതലാണ്, മർദ്ദവും കൂടുതലാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള മർദ്ദ മേഖലകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആദ്യം പഠിച്ചത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ പറ്റിയിട്ടാണ് പഠിച്ചത്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ പറ്റിയിട്ട് ഭൂമധ്യരേഖയോട് ചേർന്ന് കാണപ്പെടുന്ന പ്രദേശമാണിത്. അതുപോലെ തന്നെ വർഷം മുഴുവൻ ഉയർന്ന ചൂടായിരിക്കും. വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിനാൽ അവിടെ മർദ്ദം വളരെ കുറവായിരിക്കും. അപ്പം മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ മർദ്ദം വളരെ കുറവായിരിക്കും. അടുത്ത രണ്ടാമത് പഠിച്ചത് എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് പഠിച്ചത്. ഉച്ചമർദ്ദം എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലോർത്തോണം, അവിടെ മർദ്ദം വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ട് മർദ്ദം കൂടി? ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂടുപിടിച്ചുയരുന്ന വായു താഴ്ന്ന് തണുത്തിറങ്ങുന്നത് എവിടെയാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലാണ്. അവിടെ വായുവിന്റെ അളവ് കൂടുതലായിരിക്കും, പ്രയോഗിക്കപ്പെടുന്ന മർദ്ദവും വളരെ കൂടുതലായിരിക്കും. അടുത്തതായി നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? മൂന്നാമത് പഠിച്ചത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയായിരുന്നു നമ്മൾ പഠിച്ചത്. ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ധ്രുവപ്രദേശങ്ങൾക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും തണുത്ത കാലാവസ്ഥയായിരിക്കും, വായുവിന്റെ സാന്ദ്രത കൂടുതലായിരിക്കും. പക്ഷേ ഭൂമിയുടെ ഭ്രമണം മൂലം വായു അവിടെ ശക്തമായി ചുഴറ്റിയെറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ മർദ്ദത്തിന്റെ അളവ് കുറവായിരിക്കും. അടുത്ത നാലാമത് പഠിച്ച എന്താണ്? ധ്രുവീയ പ്രദേശങ്ങളെ പറ്റിയിട്ടായിരുന്നു നമ്മൾ പഠിച്ചത്. എന്താ ധ്രുവ പ്രദേശത്തിന്റെ പ്രത്യേകത? ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയായിരുന്നു. അവിടെ മർദ്ദത്തിന്റെ അളവ് വളരെ കൂടുതലായിരുന്നു. എന്തുകൊണ്ടാണ്? വായു തണുത്തുറഞ്ഞാണ് കാണപ്പെടുന്നത്, സാന്ദ്രത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പ്രയോഗിക്കപ്പെടുന്ന ബലം കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും അന്തരീക്ഷ മർദ്ദം കൂടുവാനും സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവിധ മർദ്ദ മേഖലകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. നോക്കിക്കേ, അടുത്ത പോയിന്റ് നോക്കിക്കേ. സൂര്യന്റെ അയനത്തിനനുസരിച്ച് താപ സാഹചര്യങ്ങൾ മാറുന്നതിനാൽ ആഗോള മർദ്ദ മേഖലകൾക്ക് ആപേക്ഷിക സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആഗോള മർദ്ദ മേഖലകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. സെന്റൻസ് ഓറിയന്റഡ് ആയിട്ട് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട എന്താണ്? ആഗോള മർദ്ദ മേഖലകൾ സ്ഥിരമല്ല. ആഗോള മർദ്ദ മേഖലകൾ സ്ഥിരമല്ല. പിന്നെ എന്താണ്? അതിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് സ്ഥാനമാറ്റം ഉണ്ടാകുന്നത്? സൂര്യന്റെ അയനത്തിനനുസരിച്ചാണ് സ്ഥാനമാറ്റം ഉണ്ടാകുന്നത്. സൂര്യന്റെ അയനം എന്ന് വെച്ചാൽ സൂര്യന്റെ സ്ഥാനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട്. ഭൂമിയുടെ ഭ്രമണത്തിനനുസൃതമായിട്ട് സൂര്യന്റെ സ്ഥാനത്തിന് വ്യത്യാസം വരുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? സൂര്യന്റെ ഈ സ്ഥാന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ലഭ്യമാകുന്ന ചൂടിന്റെ അളവിലും വ്യത്യാസം വരുന്നുണ്ട്. ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട്, ഭൂമി പരിക്രമണവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സഞ്ചാരത്തിന് ഭൂമിയുടെ ഭ്രമണം, പരിക്രമണം എന്നിവ കാരണം സൂര്യന്റെ സ്ഥാനത്തിന് വ്യത്യാസം വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അയനം എന്ന് പറയുന്നത്. അപ്പോൾ ലഭ്യമാകുന്ന താപത്തിലും വ്യത്യാസമുണ്ടാകും. ഇത് വ്യത്യാസപ്പെടുന്നത് കൊണ്ട് തന്നെ, ലഭ്യമാകുന്ന താപം വ്യത്യാസപ്പെടുന്നത് കൊണ്ട് തന്നെ മർദ്ദമേഖലകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഒരിക്കലും മർദ്ദമേഖലകൾ സ്ഥിരമല്ല എന്നുള്ളത് ഓർത്തോണം. അതുകൊണ്ടാണ് പറഞ്ഞത് മർദ്ദമേഖലകൾ സ്ഥിരമല്ല. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന താപത്തിനനുസരിച്ച് അല്ലെങ്കിൽ സൂര്യന്റെ അയനത്തിനനുസരിച്ച് മർദ്ദമേഖലകളിൽ വ്യത്യാസമുണ്ട്. അടുത്ത നോക്കിക്കേ. ഉഷ്ണകാലത്ത് മർദ്ദമേഖലകൾ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ വടക്കോട്ട് ഓർത്തു വെച്ചോണം. ഉഷ്ണകാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഓർത്തു വെച്ചോണേ. ഉഷ്ണകാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ട് സഞ്ചരിക്കുന്നുണ്ട് 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ. അതുപോലെ തന്നെ ശൈത്യകാലത്ത് മർദ്ദമേഖലകൾ തെക്കോട്ടും സഞ്ചരിക്കുന്നുണ്ട്. ശൈത്യകാലത്ത് തെക്കോട്ടും സഞ്ചരിക്കുന്നുണ്ട് 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ. അപ്പോൾ ഉഷ്ണകാലത്ത് വടക്കോട്ടും ശൈത്യകാലത്ത് തെക്കോട്ടും സഞ്ചരിക്കുന്നുണ്ട്. മർദ്ദമേഖലകൾക്ക് സ്ഥാനവ്യത്യാസം ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്. 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ ആയിരിക്കും. അടുത്ത പോയിന്റ് നോക്കിക്കേ. ആഗോള മർദ്ദമേഖലകൾക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാലാവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു.
അപ്പോൾ ഈ സ്ഥാനമാറ്റം, ആരുടെ സ്ഥാനമാറ്റം? ആഗോളമർദ്ദ മേഖലകൾക്ക് സൂര്യന്റെ താപം ലഭ്യമാകുന്നതിനനുസരിച്ച് സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട്. വടക്കോട്ടും തെക്കോട്ടും, ഉഷ്ണകാലത്താണെങ്കിൽ വടക്കോട്ടും ശൈത്യകാലത്താണെങ്കിൽ തെക്കോട്ടും സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. ഇത് കാലാവസ്ഥയിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മർദ്ദ മേഖലകളെ പറ്റിയിട്ടായിരുന്നു പഠിച്ചത്. സൂര്യപ്രകാശം ലഭ്യമാകുന്നതിനനുസരിച്ച്, സൂര്യന്റെ അയനത്തിനനുസരിച്ച് മർദ്ദ മേഖലകൾക്കുണ്ടാകുന്ന വ്യത്യാസത്തെ പറ്റി നമ്മൾ പഠിച്ചു. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കുഞ്ഞു 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 പോയിന്റുകളേ ഉള്ളൂ, കൃത്യമായിട്ട് പഠിച്ചു പോവുക. എല്ലാവർക്കും നന്ദി.